രാം നാരായൺ റാം. എത്രമാത്രം ഹിന്ദുമത ദേവന്മാരും പാതിരികളും മദ്രസകളുമുണ്ടെങ്കിലും അവർ എന്താണ് പഠിക്കുന്നത്? അവരുടെ ഭാവി എന്താണ്? ഒന്നുമില്ല. കാരണം ഇവയെല്ലാം മനുഷ്യനിർമ്മിത വിദ്യാഭ്യാസമാണ്. ഇത് പഠിച്ചാൽ ഭാവിയിൽ നിരവധി മുസ്ലിം കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകിയതിൻ്റെ ഫലമായി അവർ ഡോക്ടർമാരായി. ഇന്നത്തെ ലോകത്ത് പലരും വിചാരിക്കുന്നത് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഏറ്റവും എളുപ്പമെന്ന്. വിഡ്ഢികളാക്കൂ, അതിൽ നിന്ന് നേട്ടമെടുക്കൂ. ഇങ്ങനെ ചിന്തിക്കുന്നവർ മറക്കരുത്, ഇന്നത്തെ ജനങ്ങൾ പഠിച്ചവരും മനസ്സുറച്ചവരുമാണ്. അതിനാൽ അവരെ വിഡ്ഢികളാക്കാൻ എളുപ്പമല്ല. അല്ലാഹ് അച്ഛനാണ്, ദൈവവും അച്ഛനാണ്. അവരൊക്കെ ഒരേ പേരിലാണ് അറിയപ്പെടുന്നത്. അതിനാൽ എല്ലാവരും ഐക്യത്തോടെ ജീവിക്കണം. സന്യാസിമാർക്ക് പണം എവിടെ നിന്നാണ് വരുന്നത്? ആരും അറിയുന്നില്ല. പക്ഷേ ആ പണം ദരിദ്രരെ കൊള്ളയടിച്ചാണ് സമാഹരിക്കപ്പെടുന്നത്. ദൈവത്തോട് സംസാരിക്കാൻ ആളുകൾക്ക് ഒരു മധ്യസ്ഥനും ആവശ്യമില്ല. എന്നാൽ സന്യാസിമാർ മധ്യസ്ഥരായി മാറുന്നു. ഒരു വ്യക്തിയുടെ മാതാപിതാക്കൾ മരണപ്പെടുമ്പോൾ സന്യാസിമാർ മധ്യസ്ഥരായി ആ കുട്ടിക്ക് വേണ്ടി പൂജ നടത്തും. എന്നാൽ ഇത് ആവശ്യമല്ല. താൻ തന്നെയാണ് തൻ്റെ മാതാപിതാക്കളെ ആരാധിക്കേണ്ടത്. ഇവിടെ പല മതങ്ങൾക്കുമുള്ള നേതൃത്വം ആളുകൾക്ക് പണം സമ്പാദിക്കാൻ ഒരു മാർഗമായി മാറിയിരിക്കുന്നു. ദൈവത്തിനും ഭക്തർക്കും ഇടയിൽ മധ്യസ്ഥൻ ആവശ്യമുണ്ടോ? ഇവർ ജനങ്ങളെ വേർതിരിച്ച് തങ്ങളുടേതായ പ്രഭാവം സ്ഥാപിക്കുകയാണ്. ഒരു മുസ്ലിം വ്യക്തി അസുഖപ്പെട്ട് രക്തം ആവശ്യമുള്ളപ്പോൾ ആദ്യം പരിശോധിക്കുമോ അതിന് നൽകുന്ന രക്തം ഹിന്ദുവിൻ്റേതാണോ മുസ്ലിമിൻ്റേതാണോ എന്ന്? അതുപോലെയാണ് ആശുപത്രികളും. സിംപി സിത്തെ മണി നോട്ടത്തെ റിലിജിയൻ. മനുഷ്യനിൽ മതത്തെ ഏർപ്പെടുത്തിയവർ ആരാണ്? മതനേതാക്കളാണ്. 800 കോടിയോളം ആളുകൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. മതനേതാക്കളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണം. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ആരും ഉണ്ടായിരിക്കരുത്. നമ്മുടെ വിവേകമാണ് നമ്മുടെ മാതാപിതാക്കൾ. ഭൂമിയിൽ കന്യാസ്ത്രീകളോ പണ്ഡിതരോ അല്ലാതെ ജീവിക്കാൻ കഴിയും. നമ്മൾ മുന്നേറണം, ബോധവൽക്കരിക്കണം, നമ്മുടെ ജന്മാവകാശത്തിനായി പോരാടണം. നിങ്ങൾ പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് നടന്നാലും നിങ്ങളുടെ ജീവിതം മാറും. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയും ഒരു മനുഷ്യനായാണ് ജനിക്കുന്നത്. പക്ഷേ മനുഷ്യർ തന്നെ പല മതങ്ങൾ സൃഷ്ടിച്ച് മനുഷ്യരെ വേർതിരിച്ചു. മതത്തിൻ്റെ പാളികളിൽ അകപ്പെട്ട് ഓരോരുത്തരും തങ്ങളുടെ സ്വാർത്ഥത മാത്രം നോക്കുന്നു. നമ്മുടെ മഹാഗുരു ബാലക് ബ്രഹ്മചാരി ജിയുടെ വാക്കുകൾ പ്രകാരം ഏറ്റവും വലിയ മതം ആകാശമാണ്. അതിനുള്ളിൽ നിന്നാണ് ഈ സർവ്വലോകവും ഉരുത്തിരിഞ്ഞത്. ഏറ്റവും വലിയ ഗ്രന്ഥം രാം നാരായൺ റാം. ഈ ഗ്രന്ഥത്തിലെ ഓരോ താളും ആകാശത്ത് നിറഞ്ഞ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ആണ്. ഈ ഭൂമിയിലെ 800 കോടിയോളം ജനങ്ങളുടെ ശരീരം രാം നാരായൺ റാം എന്ന മഹാഗ്രന്ഥത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിനകത്ത് പഞ്ചഭൂതങ്ങൾ സംയോജിതമായിരിക്കുന്നു. ഭൂമിയിലെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സമാന അവകാശങ്ങൾ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനോടും വിവേകത്തോടും ആലോചിക്കൂ. നിങ്ങളുടെ മനസ്സ്, ചൈതന്യം, അന്തരാത്മ, വിവേകം ഇവയെല്ലാം നിങ്ങളെ സന്മാർഗത്തിലേക്കാണ് നയിക്കുന്നത്. അവയെ ആദരിക്കൂ, അവയുടെ ശബ്ദം കേൾക്കൂ. നിങ്ങളുടെ വിവേകമത്രേ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഉപദേശകൻ. നമ്മുടെ വിവേകത്തെ മനസ്സിലാക്കൂ, തിരിച്ചറിയൂ, അതിനെ അനുസരിക്കൂ. അതിലൂടെ ജീവിതത്തിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ മുന്നോട്ടു പോവാൻ കഴിയും.